ജൂലൈ 5. അക്ഷരങ്ങളുടെ സുൽത്താനായി മലയാളികൾ നെഞ്ചേറ്റിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം. മലയാള സാഹിത്യ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതിഹാസ തുല്യനായ ഒരു കഥാകൃത്താണ് ബഷീർ. ലളിതവും നർമ്മരസം തുളുമ്പുന്നതുമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾക്കും നോവലുകൾക്കുമെല്ലാം പൊതുവെയുള്ളത്. ശക്തമായ ആക്ഷേപഹാസ്യവും രൂക്ഷമായ പരിഹാസവും വരികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് വായനയെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന ബഷീർ ശൈലിക്ക് ഒരു താരതമ്യമില്ല എന്ന് പറയാം. പ്രണയവും ദാരിദ്ര്യവും പരുക്കനായ ജീവിത യാഥാർത്ഥ്യങ്ങളും തുടങ്ങി ബഷീറിൻ്റെ തൂലികയ്ക്ക് വിഷയീഭവിക്കാത്തതായി ഒന്നുമില്ല. മലയാള സാഹിത്യം വരേണ്യ ഭാഷയുടെയും പ്രമേയത്തിൻ്റെയും ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലത്ത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ വിശപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നൊമ്പരങ്ങളുടെയും കഥ പറഞ്ഞ് വായനക്കാരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കഥ എഴുതിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥാകാരനായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമര സേനാനി, മാനവികവാദി എന്ന നിലയിലും ഈ സാഹിത്യകാരൻ വേറിട്ടൊരു സ്ഥാനം തന്നെയാണ് അലങ്കരിക്കുന്നത്. ഉന്നതങ്ങളിൽ മാത്രം നിലനിന്നിരുന്ന മലയാള നോവൽ, കഥ തുടങ്ങിയവയെ സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും വരെ പറിച്ചു നട്ട ഈ എഴുത്തുകാരൻ താൻ അനുഭവിച്ച ജീവിത പ്രതിസന്ധികളിൽ നിന്ന് ഊർജം സംഭരിച്ചാണ് എഴുത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ഓരോ മനുഷ്യനും അവൻ്റെ പച്ചയായ ജീവിതത്തിൽ ഓരോ അനാഥ ജീവിയാണെന്നും മനുഷ്യന് വേണ്ടിയാണ് തൻ്റെ എഴുത്തും എന്നു ബഷീർ പ്രഖ്യാപിച്ചു. മനുഷ്യനോടൊപ്പം തന്നെ സകല ജീവജാലങ്ങളും ഭൂമിയിലെ അവകാശികളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു.